തുടങ്ങിയിട്ട് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും അതിവേഗം സീരിയൽ പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ പരമ്പരയാണ് പവിത്രം. പ്രത്യേകിച്ചും പരമ്പരയിലെ നായികാനായകന്മാരായ വിക്രമും വേദയും. സിനിമാ സീരിയൽ നടിയായ സുരഭി സന്തോഷാണ് പരമ്പരയിൽ വേദയായി എത്തിയത്. ഇപ്പോഴിതാ പരമ്പരയിൽ നിന്നും സുരഭി പിന്മാറിയെന്ന വാർത്തയാണ് ചില ഓൺലൈൻ യൂട്യൂബ് ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് പേർ കണ്ട ആ വീഡിയോയ്ക്ക് താഴെ "പ്ലീസ് വേദയെ മാറ്റരുത്, വേദയില്ലെങ്കിൽ പവിത്രം വേണ്ട, സീരിയൽ കാണുന്നത് നിർത്തി, ചെമ്പനീർ പൂവ് പോലെ ഇതും കുളമാകും" തുടങ്ങി നിരവധി കമന്റുകളാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പിന്നാലെയാണ് ഈ വീഡിയോ സുരഭി സന്തോഷിന് മുന്നിലും എത്തിയത്. പിന്നാലെ ആ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് പങ്കുവച്ച് നടി കുറിച്ചത് ഇങ്ങനെയാണ്: "ഇതേതു വ്യക്തിയാണ് ഇത്തരം പേജുകൾ കൈകാര്യം ചെയ്യുന്നത് എന്നെനിക്കറിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമാണ് അത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കേണ്ടത്. ഒരു പേജുണ്ടെന്ന് കരുതി നിങ്ങൾക്ക് തോന്നുന്നതെന്തും വിളിച്ചു പറയാം എന്നല്ല അർത്ഥം. ഇങ്ങനെയൊരു ഫേക്ക് ന്യൂസ് ഉണ്ടാക്കി നുണ പറഞ്ഞു കിട്ടിയ 11,000 വ്യൂസിൽ നിങ്ങൾ ഹാപ്പി ആയെന്നും ഞാൻ കരുതുന്നു. വളരെ നിരാശപ്പെടുത്തി" എന്നാണ് നടി കുറിച്ചത്. അതേസമയം പരമ്പരയിലെ നടിയുടെ പ്രകടനം മികച്ച അഭിപ്രായം നേടി മുന്നോട്ടു പോകവെയാണ് നടിയെ തികച്ചും നാണം കെടുത്തുന്ന വിധത്തിലുള്ള ഇത്തരമൊരു വാർത്ത പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഏഷ്യാനെറ്റിലെ പവിത്രം എന്ന ഈ പുത്തൻ സീരിയൽ തുടങ്ങിയിട്ട് ആഴ്ചകൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും അതിവേഗം സീരിയൽ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി കഴിഞ്ഞു. തിരുവനന്തപുരം സ്വദേശിനിയാണ് സുരഭി സന്തോഷ് എന്ന ഈ 32കാരി. ഇന്ത്യൻ ആർമിയിൽ കേണലായിരുന്ന സന്തോഷ് കുമാറിന്റെയും സിന്ധുവിന്റെയും ഏക മകൾ. BA പഠനം കഴിഞ്ഞ് നിയമത്തിൽ ബിരുദം നേടിയ സുരഭി ഭരതനാട്യം നർത്തകിയും വീണ മനോഹരമായി തന്നെ വായിക്കുകയും ചെയ്യും. മലയാളിയാണെങ്കിലും ബാംഗ്ലൂരിലാണ് കുടുംബം സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരഭിയും താമസിക്കുന്നത് അവിടെയാണ്. കന്നഡയിലെ ദുഷ്ട എന്ന സിനിമയിലാണ് സുരഭി ആദ്യം അഭിനയിച്ചത്. ഇതിനും വർഷങ്ങൾക്ക് ശേഷമാണ് കുട്ടനാടൻ മാർപ്പാപ്പയിലൂടെ മലയാളത്തിൽ സുരഭി തന്റെ സാന്നിധ്യം അറിയിക്കുന്നത്. 2018 മുതൽ 22 വരെ സുരഭി തുടർച്ചയായി മലയാളത്തിൽ സിനിമകൾ ചെയ്തിരുന്നു. 2022 നൈറ്റ് ഡ്രൈവ് എന്ന ചിത്രത്തിന് ശേഷം മറ്റൊന്നിലും സുരഭി അഭിനയിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് വീട്ടുകാർ വിവാഹാലോചനയുമായി മുന്നോട്ട് പോയത്. പയ്യന്നൂർ സ്വദേശിയും ബോളിവുഡ് സിനിമയിലെ പിന്നണി ഗായകനുമായ പ്രണവ് ചന്ദ്രന്റെ ആലോചന വീട്ടുകാരിലേക്ക് എത്തുകയും വീട്ടുകാർ ആ വിവാഹം തീരുമാനിച്ചുറപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം പ്രണയം ആരംഭിക്കുകയും ചെയ്തവരാണ് സുരഭിയും പ്രണവും. കഴിഞ്ഞ വർഷം മാർച്ചിലായിരുന്നു ഇവരുടെ വിവാഹം. സുരഭിയുടെ അമ്മയ്ക്ക് ഏറ്റവും വിശ്വാസമുള്ള ദേവീക്ഷേത്രത്തിൽ വെച്ചാണ് സുരഭിയുടെ വിവാഹം നടന്നത്. വിവാഹത്തിന് ശേഷം കലാപരമായ തന്റെ ആഗ്രഹങ്ങൾ മാറ്റി നിർത്തേണ്ടി വരുമോ എന്ന് സുരഭി ഭയന്നിരുന്നു. പക്ഷേ സിനിമയിൽ തന്നെ പ്രവർത്തിക്കുന്ന പ്രണവിനെ കിട്ടിയതിലൂടെയാണ് പവിത്രം എന്ന മികച്ച സീരിയലിലെ വേദയായി സുരഭി എത്തിയത്. തുടങ്ങി ആഴ്ചകൾക്കകം തന്നെ മികച്ച സ്വീകരണം ലഭിക്കുന്ന സീരിയലാണ് പവിത്രം. വിക്രമിന്റെയും വേദയുടെയും വഴക്കും പ്രണയവും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഓരോ കഥാപാത്രങ്ങളും വളരെ നാച്ചുറലാണ്. വച്ചുകെട്ടലുകളും ഷോ ഓഫും ഇല്ലാത്ത ജീവിതത്തിന്റെ നേർക്കാഴ്ച. അതാണ് ഈ സീരിയലിന്റെ പ്രത്യേകത എന്ന് ആരാധകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.